വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷങ്ങൾ പ്രത്യേകിച്ച് ഒരു ചെറിയ വിശേഷമുണ്ട്. എന്താണ്? ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു യൂട്യൂബിൽ ഒരു സിനിമ ചെയ്തായിരുന്നു. 12 മിനിറ്റുള്ള ഒരു ഭയം എന്നാണ് എൻ്റെ പേര്. അത് ഇന്ത്യൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് മെസ്സേജ് ഫിലിമിനുള്ള ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ. പിന്നെ റെഡിയല്ലേ? ഓൾ ദ ബെസ്റ്റ്. ഞാനൊരു മലയാളിയാണ്, നിങ്ങളെല്ലാവരും മലയാളികളാണ്. എൻ്റെ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരും മലയാളികളാണെന്ന് എൻ്റെ വിശ്വാസം. മലയാളിയുടെ ലീ മാത്രമുള്ള ബംഗാളിയാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. അവർ തൊഴിലിനായിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിൽ ആദ്യമായി തൊഴിലിലെത്തിയ ബംഗാളി സലിൽ ചൗധരിയാണ്. അറിയോ? ചെമ്മീൻ സിനിമ, ആ സിനിമയിലെ സംഗീത സംവിധാനത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ വന്നത്. അതായത് മാനസമൈനേ വരൂ മധുരം നുള്ളി തരൂ. ഒറീസ, ആസാം, കൽക്കട്ട, പശ്ചിമ ബംഗാൾ, ഇവിടെയൊക്കെ ഉള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിൽ തൊഴിലിനായിട്ട് വന്നിട്ടുണ്ട്. ഇവരെല്ലാം ഹിന്ദി പറയുന്നത് കൊണ്ട് ഇവർക്കെല്ലാം നമ്മൾ ഒറ്റ പേരിടും, ബംഗാളി. അവരുടെ നാട്ടിലേക്കാൾ കൂടുതൽ ശമ്പളം ഇവിടെ കിട്ടുന്നത് കൊണ്ടാണ് ഇവിടെ അവർ തൊഴിലെത്തുന്നത്. പണ്ട് നമ്മൾ പണിക്ക് പോയില്ലെങ്കിൽ മേശിരി തിരക്കി നമ്മുടെ വീട്ടിൽ വരും. എന്താ വരാഞ്ഞത്? അത് ഇന്നലെ ഭയങ്കര കട്ടിപ്പണിയായിരുന്നല്ലോ അണ്ണ, അവിടെ ദേഹം ഭയങ്കര വേദനയും ചെറിയ പനിയുടെ ലക്ഷണമൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് പണിക്ക് ചെന്നില്ലെങ്കിൽ, രാവിലെ മേശിരിയുടെ വീട്ടിൽ ചെന്നില്ലെങ്കിൽ അവിടെ ബംഗാളി കയറി പണി. അപ്പോൾ അതാണ്. അതുപോലെ ബംഗാളികൾ നമ്മുടെ കേരളത്തിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സാഹോദര്യം ഉണ്ടായത്. അതായത് അവർ നമ്മളെ വരുമ്പോൾ തന്നെ ബായി, നമ്മൾ തിരിച്ചും ബായി എന്ന് വിളിക്കും. പക്ഷേ ഇപ്പോൾ എല്ലാ മലയാളികളും പരസ്പരം ബായി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവിടെ സാഹോദര്യം പൊട്ടിവിടുന്നു. അതുപോലെ പ്ലാസ്റ്റിക് നിരോധനം നമ്മുടെ കേരളത്തിലുണ്ടെങ്കിൽ നമുക്കൊക്കെ അറിയാം. എന്നാലും നമ്മളാരും അത് മൈൻഡ് ചെയ്യത്തില്ല. നമ്മളെ കമ്പോസൊക്കെ അവരും പ്ലാസ്റ്റിക്കൊക്കെ ആയിട്ട് പോകും. പക്ഷേ ബംഗാളികൾ അവർ രാവിലെ എഴുന്നേറ്റ് പണിക്ക് അങ്ങോട്ട് പോകുമ്പോൾ ചോറുപതിയൊക്കെ കെട്ടിപ്പോകുന്ന ആ സഞ്ചി ഒന്ന് കാണാം, തുണി സഞ്ചി. പണ്ടൊക്കെ നമ്മൾ ജോലിക്ക് പോകണമെങ്കിൽ വണ്ടിക്ക് പെട്രോൾ അടിച്ചാൽ പറ്റത്തുള്ളൂ. പക്ഷേ ഇന്ന് പെട്രോൾ അടിക്കണമെങ്കിൽ ജോലിക്ക് പോയാൽ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് പെട്രോളിൻ്റെ വില കൂടി. പക്ഷേ ഈ പെട്രോളിൻ്റെ വില വർധനമൊന്നും ഈ ബംഗാളികൾക്ക് പ്രശ്നമല്ല. കാരണം അവർക്ക് 2 വീലറില്ല, 4 വീലറില്ല, വണ്ടിയൊന്നും പറ്റില്ല. അവർ നടന്നേ പോകത്തുള്ളൂ. കുറേ പേര് ഇപ്പോൾ സൈക്കിൾ ചവിട്ടി പോകുന്ന കാണാം. നമ്മുടെ നാട്ടിൽ കൂടെ പോകുന്നുണ്ട് സൈക്കിൾ ചവിട്ടി. ആ സൈക്കിൾ ചവിട്ടുന്നൊരു നല്ല എനർജി ഉണ്ട് അവർക്ക്. അതും ഈ മലയാളിക്ക്. അപ്പോൾ ഭാഷയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വൈഫ് ഹൗസിൽ ചെന്നു. വൈഫ് ഹൗസിൽ ചെന്നപ്പോൾ അളിയനിങ്ങനെ സിറ്റ് ഔട്ടിലിരിക്കുക, ഒരു ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. ആരെയോ ഫോൺ ചെയ്യുവാണ്, സ്പീക്കറിലിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു 5-6 ബംഗാളികൾ സ്റ്റാഫുകളുണ്ട്. പുള്ളി ഉദ്ദേശിക്കുന്നത് ഒരു 4 ബംഗാളികൾ പന്തളം സ്റ്റാൻഡിൽ നിൽക്കണം, അതാണ് പറയുന്നത്. പുള്ളി പോയി വണ്ടി പിക്ക് ചെയ്തോളാം. അരെ ബായി, 4 ബായി പന്തളം സ്റ്റാൻഡിൽ നില്ല്. അപ്പോൾ അമ്മമാർ പറയുന്നു, ചേട്ടാ സോറി, നമ്മൾ പന്തളം സ്റ്റാൻഡിൽ നില്ല്. അപ്പോൾ അവന്മാരും നില്ലെന്നാണ് പറയുന്നത്. അവർ പക്ഷേ ഉദ്ദേശിച്ചത് നിൽക്കാമെന്നാണ്. ആ നിൽക്കാമെന്നുള്ള മലയാളം അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് അവർ നില്ലെന്നാണ് പറയുന്നത്. പക്ഷേ അളിയന് ദേഷ്യം വരുമോ? 2-3 പ്രാവശ്യം പറഞ്ഞിട്ട് അമ്മമാർ ടോക്കിംഗ് ടോം പോലെ തിരിച്ചിങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അളിയൻ ലാസ്റ്റ് പറഞ്ഞു, നിനക്കൊക്കെ വേണേ അവിടെ നിൽക്കും. വേണം ചേട്ടാ, നമ്മൾ പന്തളം സ്റ്റാൻഡിൽ നില്ല്. അളിയൻ പെട്ടെന്ന് കാർ എടുത്തുകൊണ്ട് പന്തളം സ്റ്റാൻഡിൽ ചെന്നു. അവിടെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല ഈ സ്റ്റാൻഡിനടുത്ത്. അപ്പോൾ അളിയൻ ഒരു 50 മീറ്റർ അങ്ങോട്ട് മാറി ഈ സ്റ്റാൻഡിൻ്റെ ബാക്കിൽ ഒരു പുഴയുണ്ട്. ആ പുഴയുടെ അടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട്. അതിനടുത്ത് ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ ഈ ബംഗാളികൾ നടന്ന് പരവേശം പിടിക്കുക, ബായി കിതർ ബായി കിതർ. അളിയൻ പറഞ്ഞ്, ചേട്ടാ ഇതിപ്പോൾ ഞാനിപ്പോൾ വലിച്ച് ഇപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് പറയുന്നത് എങ്ങനെ? അപ്പോൾ നോക്കി അവിടെ വെള്ളച്ചാട്ടമുണ്ട്. അരെ ബായി വെള്ളച്ചാട്ടം മാലു. എന്നാ ചേട്ടാ വെള്ളച്ചാട്ടം? കിതർ. അപ്പോൾ പറഞ്ഞ് വെള്ളത്തിനിപ്പോൾ പാനി ജംപ്ഡ് ജംഗ്ഷൻ. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇവന്മാർ ചേട്ടാ കിതർ. ഇവന്മാർ വണ്ടിക്ക് തലയിൽ ഇവരിങ്ങനെ സൈഡിൽ കൂടെ പറഞ്ഞുകൊണ്ട് പോവാ, ചേട്ടാ കിതർ. വലിയ ഗ്ലാസ് കൊണ്ട് താത്തിട്ട് പറഞ്ഞ് ഇതർ. അപ്പം അന്ന് അളിയന് മനസ്സിലായി ഹിന്ദി ഭാഷ പഠിച്ചെങ്കിലേ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ കുറച്ചാൾ കഴിഞ്ഞ് ഞാൻ ചെന്നപ്പം അളിയൻ നന്നായിട്ട് ഹിന്ദി ഇവരോട് സംസാരിക്കുന്നു, ഇവർ നന്നായിട്ട് മലയാളം അളിയനോട് സംസാരിക്കുന്നു. അനിലേട്ടാ, നന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ചേട്ടൻ പറഞ്ഞതിൽ വെച്ചിട്ട് നമ്മൾ കേരളത്തിൽ ഇനി മലയാളം പോരാ, ഹിന്ദിയും കൂടെ കറക്റ്റായിട്ട് പഠിക്കണം എല്ലാവരും. അല്ലേ? ബഹുത്തച്ച വേണമെന്നുള്ളത് കറക്റ്റാണ്. നമ്മുടെ രാഷ്ട്രഭാഷ ഹിന്ദിയാണെന്ന് പറയും, സെക്കൻഡ് ലാംഗ്വേജ് വേണമെങ്കിൽ ഹിന്ദി എടുക്കും. പക്ഷെ ആരും അത് അത്ര പ്രൊനൗൺസ് ചെയ്തോ അല്ലെങ്കിൽ നമ്മളത് സംസാരിക്കുന്നൊന്നുമില്ല. പക്ഷെ അത് വേണ്ടി വരും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അനിൽജി വളരെ നന്നായി. താങ്ക് യു. കാരണം എനിക്ക് അങ്ങയുടെ പ്രസന്റേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറെ നാളായില്ലേ മിമിക്രി ഫീൽഡിൽ? 22 വർഷം. അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ അടുത്ത കാലത്ത് വേറൊരു പരിപാടിയിൽ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് ആ റിയാലിറ്റി ഷോയുടെ ഫ്ലോറിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട് പെർഫോമൻസ് ചെയ്യാൻ. നല്ല ഒന്നാന്തരമായിട്ട് മലയാളം പറയും. അപ്പം മലയാളം പറയും. അപ്പോൾ ചോദിച്ചു എന്താണ് പെർഫോമൻസ്? പാട്ടാണ്. ഓക്കെ. അതിനകത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, പാട്ട് മലയാളത്തിൽ എഴുതി കൊണ്ടുവന്നിരിക്കുക.
തീർച്ചയായിട്ടും അവരെ നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. അതെ അതെ ഒപ്പം തന്നെ നമ്മൾ മലയാളികൾ സ്വയം മനസ്സിലാക്കേണ്ടതാണ്. അനിൽ ഭായി പറഞ്ഞ ഒരു കാര്യം, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് എവിടെ നിന്ന് വരുന്നയാളെയും നമ്മൾ ബംഗാളി എന്നാണ് വിളിക്കുന്നത്. വടക്കേ ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരുപാട് പേരെ മദ്രാസി എന്നാണ് വിളിക്കുന്നത്. മദ്രാസി എന്ന് വിളിക്കുള്ളൂ, അല്ലാതെ കേരളം തമിഴ്നാട് അങ്ങനെ തിരിച്ചറിച്ചിട്ടില്ല. മദ്രാസി എന്നാണ് ഒരു കോമൺ ആയിട്ട് വിളിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അത്തരത്തിലുള്ള വിളിയാണുള്ളത്. നമുക്ക് ഏകദേശം ഒരു 20 വർഷം കൊണ്ടാണ് ഇത്രയധികം പേർ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 20 വർഷം കൊണ്ടാണ് വന്നതും നിന്നതുമെല്ലാം. നമ്മളുടെ ദേശീയ ഗാനമായ ജനഗണമന എന്ന് പറയുന്നത് ഒരു ബംഗാളി ഗാനമാണ്. അത് രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്ന ആള് ഒരു ബംഗാളിയാണ്. ബംഗാളിയിൽ എഴുതപ്പെട്ട ഗാനമാണ് നമ്മുടെ ദേശീയ ഗാനം. ഇനി അനിലേട്ടനോട് എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരുപാട് വേദികളിൽ ഉത്സവപ്പറമ്പുകൾ മുഴുവൻ നടന്ന് ഹാസ്യ കഥാപ്രസംഗങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് വി.ഡി. രായപ്പൻ ചേട്ടൻ. കഥാപ്രസംഗം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഗിന്നസ് ബക്രു ചേട്ടൻ. ഗിന്നസ് ബക്രു ചേട്ടൻ ഒരു സ്റ്റൂൾ വലിച്ചിട്ട് ടേബിളിലിരുന്ന് ഉത്സവപ്പറമ്പുകളിൽ കഥാപ്രസംഗം പറഞ്ഞിട്ടുള്ള ആ കഥാപ്രസംഗത്തിൽ നിന്ന് മറിഞ്ഞ് കോമഡിയിലേക്ക് എത്തിയ ഒരാളാണ്. കോട്ടയംകാരനാണ്. കോട്ടയത്ത് തന്നെയുള്ള ആളാണ് വി.ഡി. രായപ്പൻ ചേട്ടൻ. ഒരുപാട് പാരഡികളും പാട്ടുകളും ഒക്കെ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു കോമഡി രംഗത്തെ അതികായനായ ഒരു ഒറ്റയാനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ശബ്ദം അനിലേട്ടൻ ഗംഭീരമായിട്ട് അനുകരിക്കും എന്നെനിക്കറിയാം. ഞങ്ങൾക്ക് വേണ്ടി അതൊന്ന് ചെയ്യണം. വി.ഡി. രായപ്പൻ ചേട്ടൻ്റെ അമിട്ട് എന്നൊരു കഥയുടെ കുറച്ച് ഭാഗം. പ്രിയ കലാശ്രീകളെ, എന്റെ കഥ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ വാക്ക്. കല്ലെടുത്തു കിച്ചരുത് നാട്ടാരെ, എല്ല് വലിച്ചൂരരുത് നാട്ടാരെ. അയ്യോ, ജോഡി സാഹിത്യയ്ക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കുന്ന എന്റെ ഏറ്റവും പുതിയ കഥ. ഈ കഥയുടെ പേര് അവിട്ടെ. അയ്യോ, ഞണ്ടുകളും വണ്ടുകളും തെണ്ടുകളും ഞൊണ്ടികളും കുണ്ടുകളും തൊണ്ടുകളും മണ്ടയില്ലാത്ത തെങ്ങുകളും മണ്ടയടച്ച വാഴകളും അണ്ണാന്റെ ആക്രമം കൊണ്ട് ആവേശരായി നിൽക്കുന്ന കൊക്കമരങ്ങളും ഈ രോഗത്താൽ പൊറുതിമുട്ടി കുട്ടനാട്ടിൽ നിന്നും കുടിയേറി പാർത്ത കാരികോരി കരിമിൻ കുഞ്ഞുങ്ങളും. എന്റെ ദൈവമേ, അങ്ങനെയുള്ള ആ ഗ്രാമത്തിന്റെ അവസാനല്ലേ നമ്മുടെ ഇന്ത്യയുടെ സ്ഥിതിയും. നിന്നെ തന്നെ ഓർത്തും കൊണ്ടും കറണ്ടു കെട്ടായ നേരം തലക്കൽ വിളക്കു വെച്ചു ഞാനിറങ്ങുമ്പോൾ. നിന്നെ തന്നെ ഓർത്തും കൊണ്ട് കറണ്ടു കെട്ടായ നേരം തലക്കൽ വിളക്കു വെച്ചു ഞാനിറങ്ങുമ്പോൾ. മുടിക്കെട്ടിലൊളിപ്പിച്ച് എനിക്കന്നു നീ തന്നെ അമിട്ടിന്റെ പൊതിക്കെട്ടിൽ വിളക്കൊന്നു വീണെന്ന് തകർന്നാകവേ തമിഴ് യോമനെ വയ്യ 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 വയ്യോ. അല്ലേട്ടാ, സൂപ്പർ സൂപ്പർ സൂപ്പർ. വളരെ സന്തോഷം കേട്ടോ. ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ കഥ ഒരു വേദിയിൽ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടി. താങ്ക് യു സോ മച്ച് ചേട്ടാ. നെക്സ്റ്റ് നമുക്ക് കാണാം. ഓക്കെ.